ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങളിതേ ഒരു 3-3:30 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വീട്ടിലേക്ക് പോകട്ടെ. വളരെ വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ടത് തന്നെയാണ്. അങ്ങനെയുള്ളൊരു വീട്ടിലേക്കാണ് പോണത് കേട്ടോ. ഞങ്ങൾ 2019 തുടങ്ങിയൊരു സൗഹൃദവും സ്നേഹമാണ് ഈ 2026 വരെയും അതങ്ങനെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് നിലനിന്ന് പോണു. അപ്പം ഞങ്ങൾ അവരുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ട് ഞങ്ങളെയും കാത്ത് ആഷേർ സന്തോഷത്തോടെ നിൽക്കുക. പണ്ടും ഇങ്ങനെ തന്നെ, ഇപ്പോഴും അവനങ്ങനെ തന്നെ കേട്ടോ. അപ്പം ഞങ്ങൾ പോയിരിക്കുന്നത് വേറെ ആരുടെയും വീട്ടിലേക്കല്ല, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതുമായ അനുബ്രദറിൻ്റെയും സൂസൻ്റെയും ആഷിർ മോൻ്റെയും വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവർ ആദ്യം അഞ്ചേരിയിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ അവർ കൊഴുക്കുള്ളിയിലാണ് കേട്ടോ വീട് വെച്ചേക്കണത്. അടിപൊളി ഒരു വീട് പണിതവർ. ഭയങ്കര ആഗ്രഹവും സ്വപ്നമായിരുന്നു ഒരു വീട് പണിയുക എന്നുള്ളത്. അത് ഞങ്ങൾ രണ്ട് കൂട്ടർക്കും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ദൈവം അവർക്ക് അനുഗ്രഹമായിട്ടൊരു വീട് കൊടുത്തു. അതിൽ വളരെയധികം സന്തോഷം കേട്ടോ ഞങ്ങൾക്ക്. എന്നുവെച്ചാൽ അവർ മുന്നേ താമസിച്ച വീടുകളൊക്കെ വളരെ വാടക കൂടുതലും, വീട് ആ വാടകയുടെ അത്ര ഒരു ലെവൽ വരുന്ന വീടും അല്ലായിരുന്നു. പക്ഷേ അവരതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് മുന്നോട്ട് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ കയറി താമസം കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് പിന്നീട് പോകാനൊന്നും പറ്റിയിട്ടില്ല. അവർ വരാൻ പറഞ്ഞ് ക്ഷണിക്കും, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ നേരില്ല. അവർക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരാനും 2 പേർക്കും ജോലിയുടെ തിരക്കാണ്. അപ്പോൾ അത് കാരണം അവർക്കും സമയമില്ലാത്ത കാരണം പോക്ക് വരവില്ല, ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിന്ന് സമയം ഒത്ത് കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി. അപ്പോൾ കുറേ ദിവസം കൂടി നേരിട്ട് കാണണില്ല, അപ്പോൾ വർത്തമാനം പറഞ്ഞിട്ട് മതിയാവണില്ല. ഞങ്ങൾ പണ്ടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വീട് അവരുടെ അവിടേക്ക് പോയാലും അവരിങ്ങോട്ട് വന്നാലും ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് വളരെ ഓപ്പണായിട്ടുള്ള ആൾക്കാരാട്ടോ. നമുക്ക് എന്തും അവരോട് പറയാം. നമ്മുടെ മനസ്സിൻ്റെ വിഷമമാണേലും സന്തോഷമാണേലും എന്തും അവരോട് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ബന്ധമാണ് അവർ. അപ്പോൾ അടിപൊളി ഒരു വീടാട്ടോ. ഹോളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇതിവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. അതുപോലെ 2 ബെഡ്റൂം ആട്ടോ താഴെ. ഇവിടെ ഒരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. താഴെ 2 ബെഡ്റൂം, നല്ല അടിപൊളി ബെഡ്റൂമാണ്. ഓപ്പൺ കിച്ചണാണ്. അതുപോലെ ഇവിടെ സൈഡിൽ നമുക്ക് ചായയൊക്കെ കുടിക്കുമ്പോൾ ഒന്ന് വെട്ടാക്കുക കണ്ടിരുന്ന് ചായ കുടിക്കാൻ ഒരു ഗ്ലാസ് ആട്ടോ ഇട്ടേക്കണേ. അതൊക്കെ നേരിട്ട് കാണുമ്പോൾ അതിമനോഹരമാട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ അത്ര വലുതായിട്ടൊന്നും എടുത്തില്ല. ഒന്നാമത് അവിടെ ചെന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ വിട്ടുപോയി. അപ്പോൾ പിന്നെ പെട്ടെന്ന് എടുത്തതാട്ടത്. അപ്പോൾ ഇതാണ് ഓപ്പൺ കിച്ചൺ. അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ നല്ല അടിപൊളിയാട്ടോ. ഒരു രക്ഷയില്ല, പറയാനേ പറ്റാത്ത രീതിയിലുള്ള നല്ല അടിപൊളിയാണ്. ഇതാണൊരു ബെഡ്റൂം. അവർ രാവിലെ ചർച്ചിലൊക്കെ പോയത് കാരണം ഒന്നും ഒതുക്കിപ്പുറക്കുകളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അതല്ല, വീട്ടിലേക്ക് മാറിയെങ്കിലും എല്ലാം അതിൻ്റേതായ രീതിയിൽ ഒതുക്കി വെക്കാനൊന്നും അവർക്ക് പറ്റിയിട്ടില്ല. 2 പേരും ജോലിക്ക് പോകണ കാരണം അതിനൊന്നുള്ളൊരു സമയം കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അപ്സ്റ്റെയറിൽ മേളിലൊരു റൂമായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു സൂര്യകാന്തി ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മനോഹാരിതയൊക്കെ വർണ്ണിച്ച് ഞങ്ങളിങ്ങനെ കയറി പോവുക. ജേഡുമോന് പിന്നെ സ്റ്റെപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല ഓട്ടാണ്. എവിടെ ചെന്ന് വീഴുമോ എന്തോ അറിയില്ല. അങ്ങനെ മേളിൽ ചെന്നപ്പോൾ ടി വിയൊക്കെ കാണണ ഒരു ഏരിയ. അവിടെ നല്ലൊരു സോഫയൊക്കെ ഇട്ടിട്ട്, കുഷ്യനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോഫയല്ല കേട്ടോ. അപ്പോൾ ടി വിയൊക്കെ വെച്ചേക്കുന്ന സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയിലിട്ടിട്ട് ചെടിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് അവിടെ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അടിപൊളി ഒരു ലൈറ്റ് കിട്ടാം. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല ഭംഗിയുണ്ട്. അത് താഴത്തെ ആണെങ്കിലും ലൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ അപ്പുറത്തെ റൂം അത് ആരും ഉപയോഗിക്കണമൊന്നുമില്ല. അതുകൊണ്ട് അത് കുറേ സാധനങ്ങൾ ഒതുക്കാനൊക്കെ ആയിട്ട് അവൾ കൊണ്ടുവച്ചേക്കുക കേട്ടോ. അപ്പോൾ അവർ 3 പേരുള്ള ആകെ. അപ്പോൾ അവർക്ക് താഴെ തന്നെയാണ് അവർ എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മുടെ ബാൽക്കണി അടിപൊളിയാട്ടോ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അവിടെ ഒരു നമുക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ഊഞ്ഞാലിലൊന്ന് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഒന്ന് ആടിയിട്ടോ. അപ്പോൾ ചായം പറയുന്നുണ്ട്, നീ അതിനകത്തിരുന്നത് പൊട്ടിക്കേണ്ട കേട്ടോ ഒന്നും, എൻ്റെ വെയിറ്റ് കാരണേ. അങ്ങനെ ഞങ്ങൾ മേളത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് താഴെ വന്നത് വീടിൻ്റെ പുറത്തെ ആ ഒരു വ്യൂ ഒക്കെ ഒന്ന് കണ്ടു. ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ വർത്താനം പറഞ്ഞ് 3:30 വന്നവർ 7 മണി കഴിഞ്ഞു കേട്ടോ വീട്ടിൽ നിന്ന് പോകുമ്പോൾ. വർത്താനം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേഗം തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.